ആരാ ഇത്? ഇദ്ദേഹമാണ് ക്ഷേത്രത്തിലെ പൂജകളെല്ലാം ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്ന ദൈവം എന്ന് എല്ലാരും പറയുന്നത്. ഇതാണ് അനന്യ. ഒരുപാട് ദൂരത്തുനിന്ന് വന്നതാ. ദേവിയുടെ സുമംഗലി പൂജയ്ക്ക് വേണ്ടി വന്നതാ. പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി വന്നതാണല്ലേ? അതെ, അതിന്റെ കൂടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പൂർത്തിയാക്കാനുണ്ട്. അതിനാ വന്നത്. അങ്ങനെയാണോ? വന്നതിൽ വളരെ സന്തോഷം. ആഗ്രഹങ്ങളുമായി ഈ സ്ഥലത്തേക്ക് വന്നവരാരും വെറും കൈയോടെ മടങ്ങിപ്പോയ ചരിത്രമില്ല. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ആ ദേവി നടത്തിത്തരും. അകലെ നിന്നും വന്നതല്ലേ, ഒരു ആഗ്രഹത്തോടെ വന്നതല്ലേ. ആ ത്രിപുരസുന്ദരി ദേവി നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരട്ടെ. നീ ആഗ്രഹിച്ചു വന്ന കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അമ്മയുടെ അനുഗ്രഹത്തോടെ സാധ്യമാവും. നല്ലത് സംഭവിക്കട്ടെ. എന്നാ കാണാം. വളരെ വലിയ ആളാണെന്നൊക്കെ പറയുന്നു, ജീവിച്ചിരിക്കുന്ന ദൈവമാണെന്നൊക്കെ പറയുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അയ്യോ, നിനക്ക് പെട്ടെന്ന് തന്നെ ആളെ മനസ്സിലായോ? നീ പറയുന്നതും ശരിയാ. ഗ്രാമത്തില് ഓരോരുത്തരും ഓരോ രീതിയിലാ സംസാരിക്കുന്നത്. ചിലര് നല്ലത് പറയുമ്പോ ചിലര് മോശവും പറയുന്നു. ഭദ്രനോട് ചോദിച്ചാ പറയും സുന്ദരിയെ കൊന്നത് തിരുമേനിയാണെന്ന്. അയാൾ അത്രയ്ക്ക് നല്ലവനാണോ? വളരെ നല്ലൊരു പയ്യനാ. പത്തര മാറ്റ് തങ്കവാ. കള്ളവും കവടവും ഇല്ലാത്തവനാ. അവനെ കാണുമ്പോ ഈശ്വരനെ കാണുന്നത് പോലെയാ. വളരെ ശാന്തനാ. അത്രയ്ക്ക് നല്ലവൻ. അങ്ങനെയാണെങ്കിൽ തിരുമേനി കള്ളം പറയില്ല അല്ലേ? അങ്ങനെയല്ലേ? ഏതാ ഈ വലിയ മനുഷ്യൻ? ഗഹനമായ ചിന്തയിലാണല്ലോ. കാണാനൊക്കെ സുന്ദരനാ. അപ്പൊ അടുത്തൊരു പെണ്ണും കാണുമായിരിക്കും. ഛേ, കാമുക ഇല്ലാത്തോണ്ടായിരിക്കും വിഷമിച്ചിരിക്കുന്നേ. എന്റെ അവസ്ഥ പോലെ തന്നെ ആയിരിക്കും. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു കാണും. എന്നാ ആ സ്നേഹം തുറന്നു പറയാൻ പറ്റിക്കാണില്ല. അല്ലെങ്കിൽ അവൾ പോയിരിക്കാം. ലോകത്തിലെ ഓരോ കാമുകന്മാരുടെയും പ്രശ്നം എന്റെ പ്രശ്നം കൂടിയാ. ഹലോ ബ്രോ, എന്റെ പേര് അർജുൻ. അതിന് നിങ്ങൾ ആരായാലും എനിക്കെന്താ? എന്നെ വെറുതെ ശല്യപ്പെടുത്താതെ. താൻ അല്ലെങ്കിൽ തന്നെ വിഷമത്തിലല്ലേ, പിന്നെന്തിനാ ഞാനും കൂടെ സങ്കടപ്പെടുത്തണേ? പാവം, കണ്ണുകളിൽ നിറയെ സ്നേഹമാണല്ലോ. തന്നെ കാണുമ്പോ എനിക്ക് എന്തോ പാവാണെന്ന് തോന്നുന്നേ. ഏയ്, അങ്ങനെയൊന്നും അല്ല. എനിക്ക് പ്രണയമൊന്നുമില്ല. പിന്നെന്തിനാണോ ഇങ്ങനെ വന്നിരിക്കുന്നേ? പോത്തിനെ കാണാൻ വേണ്ടിയാണോ അത് ആട്ടിൻകുട്ടിയെ കാണാൻ വേണ്ടിയോ? മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ എഴുന്നേറ്റ് പോവും. ഏയ്, ഒരു സെക്കൻഡ് നിക്കടോ. ശരി, എന്താ തന്റെ പ്രശ്നം ഒന്ന് പറയേ. നിങ്ങളോട് ഞാൻ എന്തിനാ എന്റെ പ്രശ്നം പറയുന്നേ? നിങ്ങൾ എന്റെ ആരാ? ഞാൻ ആരോടും എന്റെ പ്രശ്നം പറയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും ലവ് മാറ്റർ തന്നെയാ. അങ്ങനെയൊന്നും അല്ല. കവളിലെ നുണക്കുഴികള്, പിന്നെ ഈ സുന്ദരമായ മുഖത്ത് ഒളിഞ്ഞിരിക്കുന്ന കള്ളനാണവും, കണ്ണുകളിൽ നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹവും. എനിക്ക് മനസ്സിലായടോ, താൻ ആരും സ്നേഹിക്കുന്നുണ്ടെന്ന്. ആ സ്നേഹം തുറന്നു പറയാൻ പറ്റുന്നില്ല. എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ പേര് അനന്യ എന്നാ. സുന്ദരിയാണ്. തന്റെ കാമുകി സുന്ദരിയായിരിക്കും എന്നൊക്കെ എനിക്കറിയാം. ശരി, നിന്റെ പെണ്ണിന്റെ പേരെന്താ? അവളുടെ പേര് രാഖി എന്നാ. ഇതാ കണ്ടില്ലേ ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചെന്ന്. പോയേ, നിങ്ങൾ വെറുതെ എന്നെ വട്ടാക്കുക.
ശരി വിട്ടേക്ക്. എന്റെ പേര് അർജുൻ. തൊട്ടടുത്തുള്ള മല്ലികാപുരത്തു നിന്നാ വന്നിരിക്കുന്നത്. എനിക്ക് വേണ്ടപ്പെട്ട ചിലരെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നതാ. എന്റെ പേര് ഭദ്രൻ. അമ്പലത്തിൽ വരുന്ന ഭക്തരുടെ ചെരുപ്പിന് കാവലാ ജോലി. അത് പോട്ടെ, രാഖി എവിടെയാ? അവൾ എവിടെയാ ഉള്ളത്? അവൾ എവിടെയായാലും നന്നായിരിക്കണം. അവൾക്കൊരിക്കലും ഒരു പ്രശ്നവും വരാൻ പാടില്ല. എന്റെ കൂടെ കൂടിയ അവൾക്ക് പ്രശ്നം മാത്രമേ ഉണ്ടാവൂ. നല്ല പെൺകുട്ടിക്ക് നല്ലതല്ലേ നടക്കേണ്ടത് അർജുൻ സാർ. നിനക്ക് ഒരുപാട് ഇഷ്ടം അവളെ? അതൊന്നും അറിയില്ല. അവള് നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടവരെ കിട്ടണം കൂട്ടുകാരാ. നിന്റെ ആഗ്രഹങ്ങള് ആ ദേവി സഫലമാക്കി തരും. നീ പോയി ആ കുട്ടിയോട് പറയാൻ നോക്ക. അതൊന്നും നടക്കില്ല. അതെന്താ? അതൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? ഇനിയും 2 ദിവസമുണ്ട് ദേവിയുടെ സുമംഗലി പൂജയ്ക്ക്. ശരി, നിങ്ങൾ വാ, ഞാൻ നിങ്ങളൊരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാം. സാരമില്ലടോ, ഞാൻ പൊക്കോളാം. വാന്നേ, വീട്ടിലാക്കാം. ഏയ്, രുദ്ര, ഇത് പുണ്യഭൂമിയാണ്. നമ്മൾ നമ്മളുടെ ജോലി വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. നമ്മൾ ചെറിയൊരു പിഴവ് കാണിച്ചാലും നമുക്ക് വലിയ ആപത്തായി തീരും. ആ നാഗകന്യക വന്നിരിക്കുന്നത് ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അതൊരു സാധാരണ ദേവിയല്ല, സാക്ഷാൽ പാർവതി ദേവിയുടെ പ്രതിരൂപം. രുദ്ര, എന്നാലും നമുക്ക് നമ്മുടെ ശത്രുവിനെ ബലി കൊടുക്കുന്നതിന് ആവശ്യമായ ശക്തി എന്നിലുണ്ട്. വരൂ, പോകാം. തിരുമേനി, നമ്മുടെ നാട്ടിലേക്ക് പുതിയ കുറച്ച് വിരുന്നുകാർ വന്നിട്ടുണ്ടല്ലോ. പുതിയ വിരുന്നുകാരോ? ആരാവർ? എവിടെയുള്ളത്? അവർ ചക്രപുരം ഗ്രാമത്തിന് പുറത്താണുള്ളത്. ദേവി അവർക്ക് അനുമതി കൊടുത്തിട്ടില്ല. അമ്മ അനുവദിക്കില്ല എന്ന് വെച്ചാൽ എന്താ അതിനർത്ഥം? ഞാൻ ആദ്യമായി ഈ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ ത്രിപുരസുന്ദരി ദേവി എന്നെ ഏതെല്ലാം രീതിയിൽ തടയാൻ ശ്രമിച്ചു. എന്നിട്ടും ഞാൻ അതെല്ലാം മറികടന്ന് ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചില്ലേ. അമ്മേ, അത്ര എളുപ്പത്തിൽ എന്നെ നിങ്ങൾക്ക് തടുക്കാനാകില്ല. ഞാൻ വന്നത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയല്ല, എന്റെ ശത്രുവിനെ തേടി വന്നതാണ്. എനിക്ക് വഴി തരൂ. എന്താ സ്വാമി ഇത്? എന്തൊക്കെയാ കാണുന്നേ? നമുക്ക് എന്താ മുമ്പോട്ട് പോകാൻ കഴിയാത്തെ? വളരെ ശക്തിശാലിയാണ് അവൾ. അവളെ ശക്തി കൊണ്ട് തന്നെ ജയിക്കണം, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ജയിക്കണം. അതുമല്ലെങ്കിൽ ആ ദേവിയുടെ ശക്തി കുറയണം. ഉള്ളിലേക്ക് പോയേ പറ്റൂ രുദ്ര. ദേവിയുടെ ശക്തി എപ്പോഴാണ് കുറയുന്നത് സ്വാമി? അതുവരെ നമ്മളിവിടെ നിൽക്കണമെന്നാണോ? രുദ്ര, നമുക്കും ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് രുദ്ര. നമ്മളിവിടെ വന്നതിനും ദേവി നമ്മളെ അകത്തേക്ക് കടക്കാൻ സമ്മതിക്കാത്തതിനും ഉള്ളിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എന്തോ ഒരു ബന്ധം ഉറപ്പായുമുണ്ട്. എല്ലാം ശരിയാകും രുദ്ര, പക്ഷേ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. പറയൂ കിരാത, അവരാരാണ്? ഗ്രാമത്തിന് പുറത്തുള്ളവർ, എന്നോളം ശക്തി ആർജിച്ചവർ, എന്റെ എല്ലാ കഴിവുകളെക്കുറിച്ചും അറിയാവുന്നവൻ, എന്നെ പോലെ മന്ത്രതന്ത്ര ശക്തികളെല്ലാം അറിയുന്നവൻ. അവൻ ഈ ഗ്രാമത്തിന് പുറത്ത് നിൽപ്പുണ്ട്. എന്ന് വെച്ചാൽ ശ്രീചക്രത്തിന് വേണ്ടി ഇനി ഒരാൾ കൂടി വന്നിരിക്കുന്നുവെന്ന്? അതിനുവേണ്ടിയാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല തിരുമേനി. ജീവൻ പോയാലും ശരി കിരാത, വേറൊരു പങ്കാളിയുടെ ആവശ്യം നമുക്കില്ല. വഴിയെ പോകുന്നവർ വന്ന് പങ്ക് ചോദിക്കാൻ അത് പ്രസാദമൊന്നുമല്ല, ശ്രീചക്രമാണ്.
ആ കാര്യം തിരുമേനി എനിക്ക് വിട്ടേക്കൂ. തിരുമേനി നാളെ തന്നെ തിരുവാഭരണം അവിടെ നിന്ന് എടുത്തോളൂ. ഇനി എന്ത് കാരണത്തിന്റെ പേരിലായാലും അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന കാര്യം മാത്രം തിരുമേനി എന്നോട് പറയരുത്. ഇത് നമ്മുടെ അവസാന ശ്രമമാണെന്ന് കരുതിക്കോളൂ തിരുമേനി. തിരുമേനിക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി. നീ മനസ്സിലാക്കിക്കോ. ആരോ വന്നുവെന്നല്ലേ പറഞ്ഞത്? അവർ ചക്രാപുരിയിൽ കാലുകുത്താതിരിക്കാൻ വേണ്ടുന്നതൊക്കെ ചെയ്യാൻ നോക്കുകരാത. അത് നിന്റെ ഉത്തരവാദിത്തമാണ്. എന്റെ ജോലി ഞാൻ പൂർത്തിയാക്കാം. എങ്ങനെ ഇങ്ങോട്ട് വന്നോ അതുപോലെ തന്നെ തിരിച്ചു പൊക്കോളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്ന് എങ്ങനെ പറഞ്ഞയക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ജയ് മഹാകാല! ഏയ്, ആരാ തോൽക്കുന്നത് ആരാ ജയിക്കുന്നതെന്ന് നീ കാത്തിരുന്ന് കണ്ടോ. വിജയമെന്നത് എന്നും ഞങ്ങൾക്ക് സ്വന്തമാണ്. ഞങ്ങളുടെ കാര്യത്തിൽ എങ്ങാനും ഇടപെട്ടാൽ അവരെ ഞാൻ ദേവിയുടെ അടുക്കലേക്ക് സമാധിയാക്കും. നീ അകത്തേക്ക് വന്നാൽ എന്റെ രാക്ഷസ രൂപം നിനക്ക് കാണേണ്ടി വരും. ഇവിടെ രക്തപ്പുഴ ഒഴുകും. വീട്ടിൽ ഗ്രഹനാഥൻ ഒന്നേ ഉള്ളൂ, അതുപോലെ നാട്ടുരാജാവും ഒന്നേ ഉള്ളൂ. ഈ കിരാതനുള്ളിടത്തോളം കാലം ആർക്കും ഇവിടെ പ്രവേശനമില്ല. ജയ് മഹാകാല! നമ്മുടെ വിജയവും പരാജയവും നമ്മൾ എത്രത്തോളം ശക്തി സംഭരിച്ചു വച്ചിരിക്കുന്നുവോ അതിനെ ആശ്രയിച്ചിരിക്കും. കാത്തിരുന്ന് കാണാം, ഞാനോ അതോ നീയോ എന്നാ. സരോജ, എന്തിനാ വിഷമിക്കുന്നേ? അവൾക്ക് ദൈവഭക്തി കൂടുതലാന്നല്ലേ പറഞ്ഞത്? ആ ദേവിയെ വിശ്വസിച്ചാൽ ഒരിക്കലും കൈവിടില്ല. ക്ഷേത്രത്തിൽ നിന്ന് അവൾ ഉടനെ എത്തും. നീ നോക്കിക്കോ. കഴിഞ്ഞ തവണ സുമംഗലി പൂജയ്ക്ക് വന്നിരുന്നില്ലേ? അപ്പൊ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? മഹാദേവിയുടെ ക്ഷേത്രത്തിലേക്കാ വന്നത്. നിങ്ങൾക്ക് മക്കളില്ലാത്ത കുറവ് ദേവി നിവർത്തിച്ചു തരുന്നു ഞാൻ പറഞ്ഞില്ലേ? അവൾ നിന്റെ ഉദരത്തിൽ പിറന്നതായിരിക്കില്ല. എന്നാലും നീ അവളെ ഓർത്ത് ഒരുപാട് ദുഃഖിക്കുന്നത് കാണുമ്പോൾ നീ പ്രസവിച്ച കുഞ്ഞിനേക്കാൾ സ്നേഹിക്കുന്നത് പോലെ തോന്നുന്നു. അതെ അമ്മേ, അവള് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിതമേ മാറിപ്പോയി. അവളിപ്പോ ഞങ്ങളുടെ ഭാഗ്യദേവതയാ. ഞങ്ങൾക്കും ഒരു ഭാഗ്യദേവത ഉണ്ടായിരുന്നു. പറഞ്ഞതല്ലേ, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അല്ല ചേട്ടാ, ദൈവം ഒന്നെടുത്താൽ മറ്റൊന്ന് തിരികെ തരുമെന്നാണല്ലോ. അത് നിങ്ങളുടെ കാര്യത്തിൽ സത്യമായില്ലേ? സുന്ദരിക്ക് പകരമായി നിങ്ങൾക്ക് രാഗയുണ്ടല്ലോ. അതെ, അവളില്ലെന്ന കുറവ് നികത്തിയിട്ടുണ്ട്. എല്ലാം ദേവിയുടെ അനുഗ്രഹ. ഈ വീടും ഞങ്ങളുടെ മനസ്സും ഉപേക്ഷിച്ചില്ല. വിദ്യയുടെ ചേച്ചിയായി ഈ വീട്ടിലെ മകളായിരിക്കുന്നു. പഴയ കാര്യങ്ങളൊക്കെ വിടാമേ. വീണ്ടും വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ പറയുന്നതിന് അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാ ഈ വേദനയും ദുഃഖങ്ങളും ഒക്കെ പിന്നെയും കൂടുന്നത്. മനസ്സമാധാനവും നഷ്ടപ്പെടും. ഇപ്പൊ എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കിട്ടി, ഞങ്ങൾക്കും കിട്ടി. ഇനി നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. വിദ്യ, വിദ്യ, ഇയാളെ നിങ്ങളെ വീട് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. അകത്തേക്ക് വാ. ശരി, അപ്പൊ ഞാൻ പോട്ടെ. വരൂ വരൂ. എന്താ ഇത്ര വൈകിപ്പോയത്? ഈ ഗ്രാമത്തിൽ ഒരുപാട് അമ്പലമുണ്ടെന്ന് എനിക്കറിയായിരുന്നു. എന്നാൽ ഓരോ തെരുവിലും 2 അമ്പലങ്ങൾ ഉണ്ടാവുമെന്നും എനിക്കറിയില്ലായിരുന്നു. എല്ലാ അമ്പലങ്ങളിലും പോയി പ്രാർത്ഥിച്ചു വന്നപ്പോഴേക്കും ഒരുപാട് വൈകുകയും ചെയ്തു. നമസ്കാരം, എന്റെ പേര് വിദ്യാശങ്കർ. അറിയാം, രാഖിയുടെ അനിയൻ. ദേഷ്യക്കാരനാ, പക്ഷേ മനസ്സുകൊണ്ട് പാവാ. നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴല്ലേ കണ്ടത്? പക്ഷെ ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാ അറിഞ്ഞത്? അതിപ്പോ ഇവിടെ ഒരു റേഡിയോ വന്നിട്ട് പോയില്ലേ, അവൻ പറഞ്ഞതായിരിക്കും. അതെ അതെ അതെ. അല്ല, അനന്യ രാഖി ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. നോക്ക് അർജുൻ, അനന്യ ഇതുവരെ വീട്ടിലേക്കേ വന്നിട്ടില്ല. നമ്മൾ അതിനെക്കുറിച്ചാ സംസാരിച്ചോണ്ടിരുന്നത്. എനിക്കെന്തോ പേടി തോന്നുന്നു. അർജുനും വിദ്യയും കൂടെ പോയി ഒന്ന് നോക്കിയിട്ട് വരാമോ? ഇന്നവള് വീട്ടിൽ വരുന്നുള്ള കാര്യം സംശയമാ. എന്താ മോനെ അങ്ങനെ പറഞ്ഞത്? എന്താന്ന് വെച്ചാ, ഇവിടുത്തെ പകുതി അമ്പലങ്ങൾ തൊഴുതിട്ട് വന്നപ്പോ തന്നെ നേരം വൈകി. ബാക്കി അമ്പലങ്ങളിൽ കൂടി ദർശനം നടത്തുമ്പോ ഉറപ്പായിട്ട് നേരം വെളുക്കും. വാടാ വിദ്യ, നമുക്ക് പോയി നോക്കിട്ട് വരാം. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. വരൂ അനന്യ. എന്താ അങ്ങനെ നിൽക്കുന്നത് അനന്യെ? അകത്തേക്ക് വാ. അനന്യെ, നീ കാണുന്നതെല്ലാം സത്യമാ.
അനന്യ, എല്ലാ വർഷവും ഞങ്ങള് സുമംഗലി പൂജയ്ക്ക് വന്ന് മുടങ്ങാതെ ആ പൂജയിൽ പങ്കെടുത്ത് പ്രസാദം വാങ്ങി പോവാറില്ലേ? ഇത്തവണയും ഞങ്ങള് അത് മുടക്കണ്ടെന്ന് കരുതി. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അതെ അനന്യ, മാത്രമല്ല അർജുനും കുറെ നിർബന്ധിച്ചു. അതാ ഞങ്ങള് വന്നേ. സ്വാമി, ഇത് അവസാനിക്കാൻ ഇനിയും എത്ര സമയമെടുക്കും? നമുക്ക് അകത്ത് പ്രവേശിക്കാനുള്ള എന്തെങ്കിലും മാർഗം നോക്ക് സ്വാമി. ഇനിയും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. കാത്തിരുന്നേ പറ്റൂ രുദ്ര. ആ ദേവിയുടെ അനുവാദമില്ലാതെ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം. അകത്തേക്ക് പ്രവേശിക്കുന്നതിന് ആ ദേവിയുടെ അനുവാദമില്ല. മായാജാലത്താൽ നമ്മെ തടുക്കുകയാണ്. ഉറപ്പായും ഇതിനൊരു പരിഹാരമുണ്ട് രുദ്ര. ഇല്ല സ്വാമി, എനിക്ക് നല്ല സംശയമുണ്ട്. ഈ അഗ്നി ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ഇവിടേക്ക് വന്ന നാഗകന്യക തീർച്ചയായും രക്ഷപ്പെടും. നമ്മൾ ഇത്രയും ദൂരം വന്നത് വെറുതെ ആയി പോകും സ്വാമി. നമുക്ക് എപ്പോഴാണ് വഴി തെളിയുക? ഈ അഗ്നി എപ്പോഴാണ് അണയുക സ്വാമി? തിടുക്കം കാട്ടാതെ അവിടേക്ക് നോക്ക്. ജയ് മഹാകാല. ഇതെന്താണ് കിരാത? നോക്ക്, നിനക്ക് മനസ്സിലാകും. എന്താണ് സ്വാമി ഇത്? ആരാണ് ഇവരൊക്കെ? മനസ്സിലാകും രുദ്ര, കണ്ടോളൂ. മാംഗല്യത്താലി. എന്തിനാണിത്? ഇതാണ് നീ ദേവിയുടെ കഴുത്തിൽ അണിയേണ്ട തിരുവാഭരണം. എന്ന് വെച്ചാൽ? ശരിക്കുമുള്ള തിരുവാഭരണം അവിടെ നിന്ന് എടുത്ത് തിരുമേനി എന്നെ ഏൽപ്പിക്കണം. ഞാൻ ഇപ്പോൾ തന്നിരിക്കുന്ന ഈ തിരുവാഭരണം ദേവി വിഗ്രഹത്തിൽ ചാർത്തണം. അപ്പോൾ ദേവിയുടെ എല്ലാ ശക്തികളും നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ അടിമയായി നിൽക്കുന്നതായിരിക്കും. അപകടമൊന്നും ഉണ്ടാവില്ലല്ലോ കിരാത? അപകടമുണ്ട് തിരുമേനി, പക്ഷേ അത് നമുക്കല്ല, ത്രിപുര സുന്ദരി ദേവിക്കാണ്. എന്നാൽ മറ്റൊരു കാര്യമുണ്ട് കിരാത. ശ്രീചക്രം ആഗ്രഹിച്ചത് സത്യം തന്നെയാണ്. അത് നേടണമെന്നുള്ള ആഗ്രഹവും വളരെ ശരി തന്നെയാണ്. എന്നാൽ അതുപോലെ തന്നെ ഞാൻ ദേവിയെയും വിശ്വസിക്കുന്നുണ്ട്. ആ ആചാരങ്ങൾ അറിഞ്ഞാണ് ഞാൻ വളർന്നത്. ദേവിയാണ് എന്നെ കൈപിടിച്ച് വളർത്തിയത്. ദേവിയെ കണ്ടാണ് സംസാരിക്കാൻ പഠിച്ചതും സംസ്കാരം പഠിച്ചതും തെറ്റും ശരിയും എല്ലാം കണ്ടെത്താൻ പഠിച്ചതും. ഇപ്പൊ എന്റെ മനസ്സിന് ഒരു സമാധാനവുമില്ല. ഇത് ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി അല്ല ചെയ്യുന്നത്. ഇത് ചെയ്യുക എന്ന് വെച്ചാൽ കഷ്ടമാണ്. കഷ്ടമാണെങ്കിലും ഇതല്ലാതെ വേറെ മാർഗമില്ല തിരുമേനി. അങ്ങിത് ചെയ്തേ മതിയാകൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ലക്ഷ്യം നേടാൻ സാധിക്കില്ല. പാപത്തിന്റെയും പുണ്യത്തിന്റെയും കണക്കെടുക്കുന്ന ജോലി തൽക്കാലം തിരുമേനി മറന്നേക്ക്. ശ്രീചക്രം നമുക്ക് സ്വന്തമായതിനു ശേഷം യഥാർത്ഥ തിരുവാഭരണം ദേവി വിഗ്രഹത്തിൽ തിരിച്ചു വെക്കാം. ദേവിയുടെ ശക്തി തിരിച്ചു കിട്ടുന്നതായിരിക്കും. അങ്ങനെ ശക്തി തിരികെ ലഭിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താവും കിരാത? ദേവിയുടെ കോപാഗ്നിയിൽ നമ്മൾ ഭസ്മമായി പോകില്ലേ? ബുദ്ധി ഉപയോഗി തിരുമേനി. ആ സമയത്ത് ശ്രീചക്രം നമ്മുടെ പക്കലല്ലേ ഉണ്ടാവുക. ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ശരി കിരാത, ഇപ്പൊ ചെറിയൊരു സമാധാനമുണ്ട്. ഞാൻ പോയി വരാം. ഒന്ന് നിന്നേ തിരുമേനി. ഇനി എന്തൊക്കെ ഭൂകമ്പമുണ്ടായാലും ശരി, നാളെ ദേവിയുടെ തിരുവാഭരണം എനിക്ക് കിട്ടിയിരിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യം തിരുമേനി ഭംഗിയായിട്ട് ചെയ്തു തീർക്കുമല്ലോ. ഇത് നമ്മുടെ അവസാന ശ്രമമാണെന്ന് ഞാൻ അവസാനമായിട്ട് തിരുമേനിയോട് പറയുകയാണ്. സ്വാമി, അവരെന്താണ് ഈ ചെയ്യുന്നത്? വിട്ടേക്ക് രുദ്ര, അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാ. അവളെ തേടി വന്നതല്ലേ, ഉറപ്പായി നമുക്ക് അവളെ കിട്ടും രുദ്ര. അവളുടെ ശ്വാസം നിലയ്ക്കുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അനന്യ, നിനക്കറിയാമോ, ദേവിയോട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അതെല്ലാം നടത്തിത്തരും. രാത്രികാലങ്ങളിലെ ദേവി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നടക്കാറുണ്ടത്രേ. അപ്പൊ നമ്മൾ ആരും കാണാൻ പാടില്ലത്രേ. അങ്ങനെയാണോ?
അതെ അനന്യ. ഇനി മറ്റൊരു സത്യം എന്തെന്ന് വെച്ചാ ദുഷ്ടന്മാരൊരിക്കലും ജയിക്കാറുമില്ല, നല്ലവരൊരിക്കലും തോക്കാറുമില്ല. അതാ ദേവിയുടെ ശക്തി. അങ്ങനെയാണോ രാഖി? വിദ്യ, നീ നിന്റെ ചേച്ചിയോടൊന്ന് ലവ് സ്റ്റോറി പറയാൻ പറയേ. മനസ്സിലായി, വിട്ടേക്ക്. പ്രേമം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണല്ലേ. ഞാൻ തന്നെ വാ തുറന്ന് പറയണോ? വിദ്യ, ഒരുപാട് നേരമായി, കിടന്നുറങ്ങ്. പരിചയമില്ലാത്തവരോട് ഒരുപാട് നേരം സംസാരിക്കരുത്. എന്തിനാന്ന് ചോദിക്ക്. എന്തിനാ? നീയും അവരെ പോലെ ആയിപ്പോവും. ശരി ചേച്ചി. അളിയാ, നീ എന്തോ പറഞ്ഞു വന്നായിരുന്നല്ലോ. എന്ത്? നീ അനന്യയുടെ ചേട്ടനാണെന്ന് പറയുമ്പോ എന്റെ അളിയനാവില്ലേ? ഒളിയാന്നൊക്കെ ആവശ്യമില്ലാതെ വിളിച്ച് കൊന്നുകളയും ഞാൻ. എന്നെ കൊന്നേക്ക്. എന്തിനാ എന്നെ ജീവനോട് ബാക്കി വെച്ചിരിക്കുന്നേ? രാഖി, മിണ്ടാതെ അകത്തേക്ക് പോകാൻ പറ. വിദ്യ, നീ അവനകത്തേക്ക് കൊണ്ടുപോ. നിങ്ങൾ ഇങ്ങ് വന്നേ. ചേച്ചി ഭയങ്കര ദേഷ്യത്തില. നീ ഇവിടെ ഇരിക്കളിയാ, നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് പോവാന്നേ. വീണ്ടും അളിയാന്ന് വിളിക്കുന്നോ?